ബാംഗ്ലൂരിലെ ഇന്ത്യയുടെ സിലിക്കൺ വാലി അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തിനാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടോട്ടൽ സ്റ്റാർട്ടപ്പുകളിൽ 19% ബാംഗ്ലൂരിൽ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങുന്ന ഓരോ 5ാമത് സ്റ്റാർട്ടപ്പും ബാംഗ്ലൂരാണ്. 2ാമത് മുംബൈ, 3ാമത് ഹൈദരാബാദ്, 4ാമത് ഡൽഹി, 5ാമത് ചെന്നൈ, 6ാമത് കൊൽക്കത്ത. സ്റ്റാർട്ടപ്പുകൾക്ക് കിട്ടുന്ന മെജോറിറ്റി ഫണ്ടിങ്ങും ബാംഗ്ലൂരിലേക്ക് തന്നെയാണ് ചെല്ലുന്നത്. ഹൈദരാബാദിന് കിട്ടിയ മൊത്തം 1.7 ബില്യൻ്റെ ഫണ്ട്, ചെന്നൈക്ക് കിട്ടി 3.6 ബില്യൻ്റെ ഫണ്ട്, പൂനെയിൽ കിട്ടി 5.3 ബില്യൺ, മുംബൈക്കാകട്ടെ 18 ബില്യൻ്റെ ഫണ്ടിങ് ആണ് കിട്ടിയത്. ഡൽഹിക്കാണെങ്കിലോ 38 ബില്യൻ്റെ. ഇവിടെ ബാംഗ്ലൂരിനാണെങ്കിലോ ഇവരുടെ എല്ലാവരുടെയും കൂടെ ടോട്ടൽ കൂട്ടുന്നതനുസരിച്ച് 66 ബില്യൺ. ബാംഗ്ലൂരിൽ അങ്ങനെ എന്താണുള്ളത്? എല്ലാ സ്റ്റാർട്ടപ്പും അവിടെ തന്നെ, എല്ലാ ഫണ്ടിങ്ങും അവിടെ തന്നെ. ഓൾറെഡി അവിടെ ഒരുപാട് കമ്പനികളുടെ ഫൗണ്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് പുതിയതായിട്ട് കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും അതൊരു സേഫ് സോണായിട്ട് തോന്നും. രണ്ടാമതായി, ഏതൊരു സ്റ്റാർട്ടപ്പിനും ടെക്നോളജിയാണ്. ടെക്നോളജിൻ്റെ കേന്ദ്രം ബാംഗ്ലൂരാണ്. സ്റ്റാർട്ടപ്പുകൾ മുഴുവൻ അവിടെ, ടെക്കുകൾ മുഴുവൻ അവിടെ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് സ്വാഭാവികമായിട്ട് ബാംഗ്ലൂരിൽ പോയി. അപ്പോൾ കാശ് വേണോ? ബാംഗ്ലൂരിലേക്ക് തന്നെ പോകണം. അപ്പോൾ ഏതെങ്കിലും കമ്പനിക്ക് ടെക്ക് വേണോ? ബാംഗ്ലൂർ. ഗ്രോത്ത് വേണോ? ബാംഗ്ലൂർ. ക്യാഷ് വേണോ? ബാംഗ്ലൂർ. അപ്പോൾ സ്റ്റാർട്ടപ്പുകൾ മുഴുവൻ ബാംഗ്ലൂരിലേക്ക് ചേക്കാനുള്ള കാരണം മനസ്സിലായില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.